നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വെൽക്കം ടു മൈ PSC ബുള്ളറ്റ്. 2023 ലോകകപ്പ് ഏത് രാജ്യത്താണ് നടന്നത്? ഇന്ത്യ, ചൈന, ഫ്രാൻസ്, അമേരിക്ക. 2023 ലോകകപ്പ് നടന്നത് ഇന്ത്യയിലാണ്. ക്യാൻസറിനെ പ്രതിരോധിക്കാൻ കഴിവുള്ള പഴം ഏത്? ആത്തപ്പഴം, റംബൂട്ടാൻ, മുന്തിരി, ആപ്പിൾ. ക്യാൻസറിനെ പ്രതിരോധിക്കാൻ കഴിവുള്ള പഴമാണ് ആത്തപ്പഴം. ഏതു വസ്ത്രം ഉപയോഗിക്കുമ്പോഴാണ് ശരീരത്തിലെ താപനില കൂടുന്നത്? നീല, ചുവപ്പ്, കറുപ്പ്, വെള്ള. കറുപ്പ് നിറമുള്ള വസ്ത്രം ഉപയോഗിക്കുമ്പോൾ. മനുഷ്യർ ഏതു വെള്ളത്തിൽ കുളിക്കുന്നതാണ് ഏറ്റവും അനുയോജ്യം? തണുത്ത വെള്ളം, പച്ചവെള്ളം, ചൂടുവെള്ളം, ഉലുവാവെള്ളം. പച്ചവെള്ളത്തിൽ കുളിക്കുന്നതാണ് ആരോഗ്യത്തിന് ഉത്തമം. കേരളത്തിലെ സമ്പന്നരിൽ യൂസഫ് അലിക്ക് എത്രാം സ്ഥാനമാണ് ഉള്ളത്? 3-ാം സ്ഥാനം, 5-ാം സ്ഥാനം, 10-ാം സ്ഥാനം, 1-ാം സ്ഥാനം. കേരളത്തിലെ ഏറ്റവും വലിയ സമ്പന്നനാണ് യൂസഫ് അലി. മഴവെള്ളം സംഭരിക്കുക എന്നത് നിർബന്ധമാക്കിയ ആദ്യ സംസ്ഥാനം? തമിഴ്നാട്, രാജസ്ഥാൻ, ബീഹാർ, കേരളം. മഴവെള്ള സംഭരണം നിർബന്ധമാക്കിയ ആദ്യ സംസ്ഥാനമാണ് തമിഴ്നാട്. ചൂടുകുരുവിനെ ശമിപ്പിക്കാൻ കഴിവുള്ളത്? പാല്, തേന്, വെണ്ണ, തൈര്. ചൂടുകുരുവിനെ ശമിപ്പിക്കാൻ കഴിവുള്ളത്? തൈര് ഉപയോഗിച്ച് മസാജ് ചെയ്താൽ മതിയാകും. വെള്ളം കുടിക്കുന്നത് ശരിയല്ലാത്ത രീതി ഏത്? ഒറ്റ ശ്വാസത്തിൽ ഇരുന്നുകൊണ്ട്, നിന്നുകൊണ്ട്, പതിയെ വെള്ളം കുടിക്കുന്നത്. വെള്ളം കുടിക്കുന്നത് നിന്നുകൊണ്ട് ആകരുത്. പുരുഷന്മാരുടെ രോമവളർച്ചയ്ക്ക് ഉത്തമമായ എണ്ണ ഏത്? ഒലീവെണ്ണ, കടുകെണ്ണ, ആവണക്കെണ്ണ, വെളിച്ചെണ്ണ. പുരുഷന്മാരുടെ രോമവളർച്ചയ്ക്ക് ഉത്തമമായ എണ്ണയാണ് ആവണക്കെണ്ണ. പുരുഷന്മാരിൽ വൃഷണത്തിൽ ക്യാൻസർ വരുത്തുന്ന ശീലം? ഇറുകിയ പാൻറ്, മൂത്രം പിടിച്ചു വെക്കുന്നത്, സ്വയംഭോഗം ചെയ്യാത്തത്, ഇവയൊന്നുമല്ല. വൃഷണത്തിൽ ക്യാൻസർ വരുത്തുന്ന ഒരു ശീലമാണ് ഇറുകിയ പാൻറ് ധരിക്കൽ. ചെറിയ രീതിയിലുള്ള ചെവി വേദനയ്ക്ക് ഉത്തമമായത്? പനിക്കൂർക്ക, ആടലോടകം, തുളസിനീർ, ഉള്ളിനീർ. ചെറിയ രീതിയിലുള്ള ചെവി വേദനയ്ക്ക് ഉത്തമമാണ് ഉള്ളിനീര്. 2 വിരലുകൾ മാത്രമുള്ള ജീവി ഏതാണ്? പശു, ഒട്ടകം, മാൻ, കഴുത. 2 വിരലുകൾ മാത്രമുള്ള ജീവി. ഒട്ടകത്തിന് 2 വിരലുകൾ മാത്രമാണ് ഉള്ളത്. താഴെ പറയുന്നവയിൽ ഏറ്റവും കൂടുതൽ ഇരുമ്പ് അടങ്ങിയിട്ടുള്ളത്? ഗ്രാമ്പു, ഏലം, മഞ്ഞൾ, കറുകപ്പട്ട. ഇരുമ്പിൻ്റെ കലവറയാണ് മഞ്ഞൾ എന്ന് പറയപ്പെടുന്നു. അമിതമായി ഉണ്ടാകുന്ന വൈറ്റമിൻ എ അടിഞ്ഞുകൂടുന്നത് എവിടെ? തലച്ചോർ, ആമാശയം, വൃക്ക, കരൾ. ശരീരത്തിൽ അമിതമായി ഉണ്ടാകുന്ന വൈറ്റമിൻ എ അടിഞ്ഞുകൂടുന്നത് കരളിലാണ്. മനുഷ്യ ശരീരത്തിൽ പുനരുജ്ജീവന ശേഷിയുള്ള അവയവം ഏതാണ്? കരൾ, തലച്ചോറ്, വൃക്ക, ഇവയൊന്നുമല്ല. മനുഷ്യ ശരീരത്തിൽ പുനരുജ്ജീവന ശേഷിയുള്ള അവയവമാണ് കരൾ. ആൽഗകൾ ഒരു സസ്യവിഭാഗമാണ്. ഇവ ഉപയോഗിച്ച് നിർമ്മിക്കുന്നത്? തുണി, കാലിത്തീറ്റ, പ്ലാസ്റ്റിക്, ഫൈബർ. ജൈവവളം, കാലിത്തീറ്റ എന്നിവ നിർമ്മിക്കാൻ ആൽഗകൾ ഉപയോഗിക്കുന്നു. റോഡിൻ്റെ വക്കിൽ വളരുന്ന സസ്യങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന ലോഹം ഏത്? ഇരുമ്പ്, അലൂമിനിയം, സിങ്ക്, ഈയം. റോഡിൻ്റെ വക്കിൽ വളരുന്ന സസ്യങ്ങളിൽ കൂടുതലായി കാണുന്ന ലോഹമാണ് ഈയം. പാലിൻ്റെ ഉൽപ്പാദനത്തിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം ഏതാണ്? ഇന്ത്യ, ഇറാൻ, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ. പാലിൻ്റെ ഉൽപ്പാദനത്തിൽ 1-ാം സ്ഥാനം നമുക്ക് തന്നെയാണ്. ഇന്ത്യയാണ് ശരിയായ ഉത്തരം.
ഇളം മഞ്ഞ നിറത്തിലുള്ള പല്ല് സൂചിപ്പിക്കുന്നത് ചെറിയ കേട്, വൃത്തിയില്ലാത്തത്, ആരോഗ്യമുള്ളത് ഇവയൊന്നുമല്ല. ഇളം നിറത്തിലുള്ള പല്ല് സൂചിപ്പിക്കുന്നത് ആരോഗ്യമുള്ള പല്ല് ആണ് എന്നാണ്. ഇലക്ട്രിക് ഉപകരണങ്ങളുടെ സഹായത്താൽ ഗെയിം കളി നിരോധിച്ച രാജ്യം ഏത്? കൊറിയ, ഗ്രീക്ക്, അമേരിക്ക, ജപ്പാൻ. ഗ്രീക്കാണ്. കേരളത്തിൽ ആദ്യമായി ആധാർ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ ഗ്രാമം? തങ്കശ്ശേരി, പാരിപ്പള്ളി, ചവറ, മേലില. തങ്കശ്ശേരിയാണ് ശരിയായ ഉത്തരം. കേരളത്തിലെ ആദ്യ വനിതാ പോലീസ് ബറ്റാലിയൻ കമാൻഡർ ആര്? ആർ നിശാന്തിനി, ആർ ശ്രീലേഖ, രശ്മി എൻ മേനോൻ, സുജാത വി മനോഹർ. ആർ നിശാന്തിനിയാണ്. കുളച്ചൽ യുദ്ധം നടന്ന വർഷം ഏത്? 1741, 1745, 1746, 1749. കുളച്ചൽ യുദ്ധം നടന്നത് 1741 ഓഗസ്റ്റ് 10-നായിരുന്നു. ശീതസമരം എന്ന ഗ്രന്ഥം രചിച്ചത് ആര്? ബെർണാഡ് ബൂച്ച്, വാൾട്ടർ ലിപ്മാൻ, അർണോൾഡ് റോയൽ ബി, അലൈൻറസ് നീസ്. ബെർണാഡ് ബൂച്ച് ആയിരുന്നു. ഇന്ത്യയിൽ ആദ്യമായി സൈബർ കേസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട വ്യക്തി? മുഹമ്മദ് ആസിഫ് അസീം, മുഹമ്മദ് നൗഫൽ, റഹീം ഇർഷാദ്, അബ്ദുൾ ഖാദർ. മുഹമ്മദ് ആസിഫിനെതിരെയായിരുന്നു. ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിയായ രണ്ടാമത്തെ മലയാളി ആര്? വി കെ കൃഷ്ണമേനോൻ, എ കെ ആന്റണി, വി ജെ കുര്യൻ, കെ എം മാണി. എ കെ ആന്റണി ആയിരുന്നു. മനുഷ്യ ശരീരത്തിലെ ആകെ പേശികളുടെ എണ്ണം എത്ര? 646, 650, 639, 649. മനുഷ്യ ശരീരത്തിലെ ആകെ പേശികളുടെ എണ്ണം 639 ആണ്. കുട്ടികളിലെ ശരീര വളർച്ച നിയന്ത്രിക്കുന്ന ഹോർമോൺ? കോർട്ടിസോൾ, തൈറോക്സിൻ, പാരാതെർമോൺ, അൾഡോസ്റ്റിറോൺ. തൈറോക്സിനാണ് ശരിയായ ഉത്തരം. കോളേജ് ഓഫ് ഹോർട്ടികൾച്ചർ സ്ഥിതി ചെയ്യുന്നത് എവിടെ? ആനക്കയം, അമ്പലവയൽ, വെള്ളാനിക്കര, വാഴക്കുളം. കോളേജ് ഓഫ് ഹോർട്ടികൾച്ചർ സ്ഥിതി ചെയ്യുന്നത് വെള്ളാനിക്കരയിലാണ്. ഭക്ഷണത്തിന് ഉപയോഗിക്കുന്ന കോളിഫ്ലവറിൻ്റെ ഭാഗം ഏത്? കായ, ഇല, പുഷ്പം, വേര്. ഭക്ഷണത്തിന് ഉപയോഗിക്കുന്ന കോളിഫ്ലവറിൻ്റെ ഭാഗം പുഷ്പമായിരിക്കും. ലോകത്തിലാദ്യമായി ഒരു രാജ്യത്തിൻ്റെ പൗരത്വം ലഭിച്ച റോബോട്ട്? കെൻഗാരോ, പൈറസി, പൗരുഷ, സോഫിയ. സോഫിയ എന്ന റോബോട്ടിനാണ്. ഒളിമ്പിക്സ് ഹോക്കിയിൽ ഏറ്റവും കൂടുതൽ സ്വർണം നേടിയ രാജ്യം? ഇറ്റലി, ഇന്ത്യ, അമേരിക്ക, ജപ്പാൻ. ഒളിമ്പിക്സ് ഹോക്കിയിൽ ഏറ്റവും കൂടുതൽ സ്വർണം നേടിയത് ഇന്ത്യയായിരുന്നു. ആദ്യ ഹോക്കി ലോകകപ്പ് മത്സരം നടന്ന വർഷം? 1974, 1973, 1971, 1972. 1971 2014 ഫുട്ബോൾ ലോകകപ്പ് വിജയി ആരായിരുന്നു? ഫ്രാൻസ്, ബ്രസീൽ, ജർമ്മനി, USA. 2014 ഫുട്ബോൾ ലോകകപ്പ് വിജയി ജർമ്മനിയായിരുന്നു. കേരളത്തിൽ ആദ്യ കബഡി ഇൻസ്റ്റിറ്റ്യൂട്ട് നിലവിൽ വരുന്നത്? കല്ലുവാതിക്കൽ, പയ്യോളി, ചമതച്ചാൽ, ഇരവിപേരൂർ. കല്ലുവാതിക്കലാണ്. വനിതാ ഒബാമ എന്നറിയപ്പെടുന്ന വ്യക്തി ആര്? കമല ഹാരിസ്, സാറ ജോസഫ്, പി സന്ധ്യ, ശ്രീലേഖ. വനിതാ ഒബാമ എന്നറിയപ്പെടുന്ന ആളാണ് കമല ഹാരിസ്. മത്സ്യഫെഡ് ഫ്രഷ് മീൻ അംബാസിഡർ? ജോയ്സെ ബാസ്റ്റ്യൻ, സേതുമാധവൻ, വി കുര്യൻ,
മത്തായി ചാക്കോ. ജെയ്സി ബാസ്റ്റ്യനാണ്. സംസ്ഥാനത്ത് ആരംഭിക്കുന്ന പുതിയ പോലീസ് ബറ്റാലിയന്റെ ആസ്ഥാനം എവിടെ? മദ്രാസ്, ബാംഗ്ലൂർ, ആലുവ, കൊച്ചി. ആലുവയിലായിരിക്കും. കേരളത്തിൽ ആദ്യമായി ജയിലുകളോട് ചേർന്ന് പെട്രോൾ പമ്പ് സ്ഥാപിച്ചത്? കണ്ണൂര്, വിയ്യൂര്, ചമലി, തിരൂർ. വിയ്യൂരിലാണ്. പച്ചക്കറിക്ക് തറവില പ്രഖ്യാപിക്കുന്ന ആദ്യ സംസ്ഥാനം? കേരളം, തമിഴ്നാട്, ആസാം, ഉത്തർപ്രദേശ്. പച്ചക്കറിക്ക് തറവില പ്രഖ്യാപിക്കുന്ന ആദ്യ സംസ്ഥാനമാണ് കേരളം. ഉരുൾപൊട്ടലിൽ നാശനഷ്ടം വിതച്ച ഇടുക്കി ജില്ലയിലെ പ്രദേശം? പെട്ടിമുടി, വെള്ളാട്, മുയിപ്ര, വെള്ളപ്പാറ. പെട്ടിമുടിയിലാണ്. ഗാന്ധിജി വെടിയേറ്റ് മരിച്ച ദിവസം ഏത്? 1948, 1947, 1948, 1947. 1948 ജനുവരി 30-നായിരുന്നു. ശരീര ഊഷ്മാവ് നിയന്ത്രിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം ഏത്? ഹൈപ്പോതലാമസ്, സെറിബ്രം, സെറിബെല്ലം, സുഷുമ്ന. ശരീര ഊഷ്മാവ് നിയന്ത്രിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗമാണ് ഹൈപ്പോതലാമസ്. റാണിഗഞ്ച് കൽപ്പരിപ്പാടം ഒറീസ സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഒറീസ, പശ്ചിമ ബംഗാൾ, മഹാരാഷ്ട്ര, ഗുജറാത്ത്. റാണിഗഞ്ച് കൽക്കരിപ്പാടം സ്ഥിതി ചെയ്യുന്നത് എവിടെ? പശ്ചിമ ബംഗാളിലാണ്. തീരദേശ സംരക്ഷണ ദിനമായി ആചരിക്കുന്നത് എന്ന്? മാർച്ച് 10, ഫെബ്രുവരി 1, ഡിസംബർ 3, ഏപ്രിൽ 4. തീരദേശ സംരക്ഷണ ദിനമായി ആചരിക്കുന്നത് ഫെബ്രുവരി 1-നാണ്. ഇന്ത്യൻ ഫുട്ബോളിൻ്റെ മെക്ക എന്നറിയപ്പെടുന്നത്? മണിപ്പൂർ, കേരളം, കൊൽക്കത്ത, ഡൽഹി. ഇന്ത്യൻ ഫുട്ബോളിൻ്റെ മെക്ക എന്നറിയപ്പെടുന്ന സ്ഥലമാണ് കൊൽക്കത്ത. ടോട്ടൽ തിയേറ്റർ എന്നറിയപ്പെടുന്ന കലാരൂപം ഏത്? ചാക്യാർ കൂത്ത്, മോഹിനിയാട്ടം, കഥകളി. ടോട്ടൽ തിയേറ്റർ എന്നറിയപ്പെടുന്ന കലാരൂപമാണ് കഥകളി. ഇന്ത്യയിലെ ആദ്യ സാക്ഷരതാ ഗ്രാമം ഏതായിരുന്നു? ചാലോട്, തിരൂര്, ചമ്രവട്ടം, അടൂർ. ഇന്ത്യയിലെ ആദ്യ സാക്ഷരതാ ഗ്രാമമായിരുന്നു ചമ്രവട്ടം. KSEBയുടെ ബില്ലിംഗ് സോഫ്റ്റ്വെയർ? ഒരുമ, ഒപ്പം, ഫ്രണ്ട്സ്, നന്മ. KSEBയുടെ ബില്ലിംഗ് സോഫ്റ്റ്വെയർ അറിയപ്പെടുന്നത് ഒരുമ എന്നാണ്. GPS വികസിപ്പിച്ചെടുത്ത രാജ്യം ഏത്? റഷ്യ, ഫ്രാൻസ്, അമേരിക്ക, ഇറ്റലി. GPS വികസിപ്പിച്ചെടുത്ത രാജ്യം അമേരിക്ക ആയിരുന്നു. മനുഷ്യനിർമ്മിത പെട്രോളായി ഉപയോഗിക്കുന്നത് എന്ത്? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ. മനുഷ്യനിർമ്മിത പെട്രോളായി ഉപയോഗിക്കുന്നത് ഹൈഡ്രജനാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ടൈഗർ റെപ്പോസിറ്ററി സെൽ ആരംഭിച്ചത്? സത്യമംഗലം, ഇന്ദ്രാവതി, ഡെറാഡൂൺ, സുന്ദർബൻ. ഡെറാഡൂണിലാണ്. അന്താരാഷ്ട്ര കടുവാ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഏപ്രിൽ 4, ജനുവരി 10, ജൂലൈ 29, ജൂൺ 30. അന്താരാഷ്ട്ര കടുവാ ദിനമായി ആചരിക്കുന്നത് ജൂലൈ 29-നാണ്. കേരള ഭൂഷണിൻ്റെ സ്ഥാപകൻ ആര്? KK കുരുവിള, CM സ്റ്റീഫൻ, കുഞ്ഞിരാമ മേനോൻ, N പ്രഭാകരൻ. കേരള ഭൂഷണിൻ്റെ സ്ഥാപകൻ KK കുരുവിളയാണ്. പ്രഥമ വയലാർ അവാർഡ് ജേതാവ്? സുഗതകുമാരി, കമല സുരയ്യ, ലളിതാംബിക അന്തർജനം, P സുശീല. പ്രഥമ വയലാർ അവാർഡ് ജേതാവാണ് P സുശീല.
ഒട്ടകമേളകൾക്ക് പ്രസിദ്ധമായ സ്ഥലം ഏത്? പുഷ്കർ, ജയ്പൂർ, ഭരത്പൂർ, കാൻപൂർ. ഒട്ടകമേളകൾക്ക് പ്രസിദ്ധമായ സ്ഥലമാണ് പുഷ്കർ. ദേശീയ നെല്ല് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന നഗരം? കൊണാർക്ക്, റൂർക്കേല, കട്ടക്ക്, ഭുവനേശ്വർ. ദേശീയ നെല്ല് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കട്ടക്കിലാണ്. പാഴ്സി മതക്കാർ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം? ഗുജറാത്ത്, സിക്കിം, മഹാരാഷ്ട്ര, രാജസ്ഥാൻ. പാഴ്സി മതക്കാർ ഏറ്റവും കൂടുതലുള്ളത് മഹാരാഷ്ട്രയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും ആഴം കൂടിയ സ്വർണ്ണഖനി ഏത്? കുടക്, ഉഡുപ്പി, ഘട്ടി, കോളാർ. ഇന്ത്യയിലെ ഏറ്റവും ആഴം കൂടിയ സ്വർണ്ണഖനിയാണ് കോളാർ. ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതി ആര്? വെങ്കിട്ടരാമൻ, ദാദാഭായ് നവറോജി, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, സക്കീർ ഹുസൈൻ. ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതി ആയിരുന്നു ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ദളിതനായ ആദ്യ ലോകസഭാ സ്പീക്കർ? കെ ബാലൻ, കെ ആർ നാരായണൻ, GMC ബാലയോഗി, സി രാജൻ. ദളിതനായ ആദ്യ ലോകസഭാ സ്പീക്കറായിരുന്നു GMC ബാലയോഗി. കോമൺവെൽത്ത് സെക്രട്ടറി ജനറലായ ആദ്യ ഇന്ത്യക്കാരൻ? കമലേഷ് ശർമ്മ, സലിൻ ഷെട്ടി, വി നരസിംഹ റാവു, SN മുഖർജി. കമലേഷ് ശർമ്മയാണ് ശരിയായ ഉത്തരം. ഓസ്കാർ സമ്മാനം ലഭിച്ച ആദ്യ ഇന്ത്യൻ വനിത? ഭാനു അത്തയ്യ, കർണം മല്ലേശ്വരി, അരുന്ധതി റോയി, ലീല സേത്ത്. ഓസ്കാർ സമ്മാനം ലഭിച്ച ആദ്യ ഇന്ത്യൻ വനിതയാണ് ഭാനു അത്തയ്യ. നേപ്പാളിൻ്റെ ദേശീയ മൃഗം ഏത്? കാട്ടുപൂച്ച, സീബ്ര, കരടി, പശു. നേപ്പാളിൻ്റെ ദേശീയ മൃഗം പശുവാണ്. നേപ്പാളിൻ്റെ ദേശീയ മൃഗം. ഭൗതികശാസ്ത്രത്തിൽ നോബൽ സമ്മാനം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ? DK കാർവെ, CV രാമൻ, കൈലേഷ് സത്യാർത്ഥി, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. CV രാമനാണ് ശരിയായ ഉത്തരം. ഇന്ത്യയിൽ ആദ്യമായി കൃഷി മന്ത്രിസഭ രൂപീകരിച്ച സംസ്ഥാനം? നേപ്പാൾ, ബീഹാർ, ഒറീസ, ബംഗാൾ. ഇന്ത്യയിൽ ആദ്യമായി കൃഷി മന്ത്രിസഭ രൂപീകരിച്ച സംസ്ഥാനമായിരുന്നു ബീഹാർ. ഹിമാലയത്തിലെ അജന്ത എന്നറിയപ്പെടുന്ന സ്ഥലം? ടാബോ, മാണ്ഡി, ഷിംല, ഗജാർ. ഹിമാലയത്തിലെ അജന്ത എന്നറിയപ്പെടുന്ന സ്ഥലമാണ് ടാബോ. ചിൽക്ക തടാകത്തിൽ സ്ഥിതി ചെയ്യുന്ന പക്ഷി വളർത്തൽ കേന്ദ്രം? നൽബാന, ലോക്കത്ത്, കീബുൾ, നിസാം. നൽബാനയാണ് ശരിയായ ഉത്തരം. ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം? ഉത്തര പർവ്വത മേഖല, ഉപദ്വീപീയ പീഠഭൂമി, ഉത്തര മഹാസമതലം, ഉത്തര പർവ്വത മേഖല. ഉത്തര മഹാസമതലമാണ്. ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ഏത്? ഗംഗ, സിന്ധു, ഗോദാവരി, കാവേരി. ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഗോദാവരി. സ്വയംഭോഗം ചെയ്യുന്ന സ്ത്രീകളുടെ പ്രത്യേകത? വികാരം കൂടുതലായിരിക്കും, മെലിഞ്ഞത്, തടിച്ചത്, തൂങ്ങിയ മാറിടമുള്ളവരായി കാണുന്നു. സ്വയംഭോഗം ചെയ്യുന്ന സ്ത്രീകളുടെ പ്രത്യേകത വികാരം കൂടുതലായിരിക്കും.